അവന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുപോലെയുള്ള നമ്മുടെ ദൈവവചന ധ്യാനത്തിന്റെ സമയമാണ്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്രകാരം വീണ്ടും കടന്നു വരുവാൻ സാവകാശം ലഭിച്ചത്. എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ നാം ഒരുമിച്ച് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 12 മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം. അതിലിപ്പോൾ നമ്മൾ 21 പാർട്ട് കഴിഞ്ഞു. ഇത് പാർട്ട് 22 ആണ്. 22-ാമത്തെ പാർട്ടിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. 12-ാം അധ്യായത്തിൽ നമ്മൾ പല വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഒടുവിലായി നമ്മൾ പറഞ്ഞു വെച്ചത് 22 മുതലുള്ളതായ വാക്യങ്ങളിൽ കർത്താവ് കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയതിനെ കുറിച്ചാണ്. അനേകര് അത് കണ്ട് അതിശയിച്ചു. എന്നാൽ പരീശന്മാര് അതിനെതിരായിട്ട് സംസാരിക്കുന്നതായി നമ്മൾ കണ്ടു. അവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറയുവാനിടയായി. അതാണ് നമ്മൾ അവിടെ ചിന്തിച്ചത്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായിരുന്നു ഈ ഭൂതങ്ങളുടെ ഉത്ഭവം, അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഭൂതങ്ങൾ ഉണ്ടായത്? ദൈവം ഭൂതങ്ങളെ സൃഷ്ടിച്ചതല്ല. ഭൂതങ്ങളുടെ ഉത്ഭവം എന്താണ്? ഭൂതങ്ങൾക്ക് മനുഷ്യരിൽ പ്രവേശിക്കുവാൻ സാധിക്കുമോ? തുടർന്ന് കർത്താവ് തന്നെ പറഞ്ഞു, സാത്താന് ഒരു രാജ്യമുണ്ട്, സാത്താന്റെ രാജ്യം. ദൈവത്തിന്റെ രാജ്യമുണ്ട്, സാത്താന്റെ രാജ്യമുണ്ട്. ബൈബിള് വ്യക്തമായിട്ട് അത് രണ്ടും പഠിപ്പിക്കുന്നുണ്ട്. സാത്താന്റെ രാജ്യത്തിന്റെ ഭരണാധികാരി സാത്താനാണ്. സാത്താൻ അവന്റെ രാജ്യത്തിന്റെ രാജാവായത് എങ്ങനെയാണെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ച ദൂതന്മാരിൽ ആരാധനയുടെ കാര്യങ്ങളിൽ പ്രധാന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ലൂസിഫർ ദൈവത്തോട് മത്സരിച്ചതിന്റെ ഫലമായിട്ട് ശിക്ഷിക്കപ്പെട്ടു. ദൈവം അവനെ നീക്കിക്കളഞ്ഞു. അങ്ങനെ അവൻ ദൈവസന്നിധിയിൽ നിന്ന്, അവന്റെ സ്ഥാനത്തു നിന്ന് അവൻ പുറത്തുപോയി. അതോടുകൂടെ ദൂതന്മാരിൽ തന്നെ ഒരു വലിയൊരു ഭാഗത്തെ അവൻ വശീകരിച്ച് ദൈവത്തിനെതിരായി സംസാരിച്ച് അവന്റെ കൂടെ വീഴ്ചയിൽ അകപ്പെടുത്തി. അവരാണ് ഭൂതാത്മാക്കളെന്ന് ദൈവവചനത്തിൽ കൂടെ ചിന്തിക്കുവാൻ കഴിയും. മറ്റു ചിലര് പറയുന്നുണ്ട്, ആദിമ ഭൂമിയിൽ ദൈവത്തോട് മത്സരിച്ച മനുഷ്യരെ ദൈവം പ്രളയത്തിൽ കൂടി നശിപ്പിച്ചപ്പോൾ അവരെ പൂർണ്ണമായി അനിഹിലേറ്റ് ചെയ്തില്ല, അവരുടെ ആത്മാക്കളാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെയും താല്പര്യം പോലെ അല്ലെങ്കിൽ യുക്തി പോലെ യുക്തമായി ചേരുന്നത് വിശ്വസിക്കുക. അപ്പോൾ അത് ഭൂതങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2 അഭിപ്രായങ്ങൾ, മനുഷ്യരുടെ ഇടയിലെ 2 അഭിപ്രായങ്ങൾ ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭൂതങ്ങളെ തന്നെ പുറത്താക്കിയാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പോൾ ഭൂതത്തിന് ഒരു രാജ്യമുണ്ട്. അത് ഇരുട്ട്, തിന്മ, ഭയം, അറിവില്ലായ്മ, ഇതൊക്കെയാണ് സാത്താന്റെ രാജ്യത്തിന്റെ പ്രത്യേകത. ദൈവരാജ്യത്തെ കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ദൈവരാജ്യത്തിന്റെ രാജാവ് ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നത് ദൈവരാജ്യം യഥാസ്ഥാനപ്പെടുത്തുവാനാണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. പ്രത്യേകിച്ച് ഗോസ്പൽ ഓഫ് മാത്യു, മത്തായിയുടെ സുവിശേഷത്തിലെ പ്രധാന വിഷയം
ദൈവരാജ്യ സ്ഥാപനമാണ്. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു തുടങ്ങി, ദൈവം അവനെ അയച്ചിട്ട് വന്ന് ആ വഴിയൊരുക്കുവാൻ, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് അദ്ദേഹം വന്നു. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ആ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവരാജ്യത്തിലുള്ള ജനങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്? ആ ദൈവരാജ്യത്തിന്റെ ശക്തി എന്താണ്? ഈ കാര്യങ്ങളാണ് നമ്മൾ തിരുവചനത്തിലൂടെ പഠിച്ചു വരുന്നത്. ഇവിടെ യേശു ഈ ഭൂതങ്ങളെ സൗഖ്യമാക്കുന്നതും ആ ദൈവരാജ്യത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ്. ദൈവരാജ്യം എങ്ങനെയാണ് എന്നുള്ളത് കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും രണ്ട് രാജ്യത്തിൽ ആയിരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഒന്നുകിൽ നമ്മൾ ദൈവരാജ്യത്തിൽ, ഇല്ല എങ്കിൽ നമ്മൾ സാത്താന്റെ രാജ്യത്തിൽ. കിങ്ഡം എന്ന ആ വേർഡ് തന്നെ രണ്ട് വാക്കുകളുടെ യോജിപ്പാണെന്ന് നമ്മൾ കണ്ടു. കിങ് ഒരു റോയൽ റെപ്രസെന്റേറ്റീവ് ആണ്, അധികാരമുള്ള ഒരു വ്യക്തി. കിങ് ഡം ആ ദൈവ റോയൽ റെപ്രസെന്റേറ്റീവിന്റെ ആ ഡൊമിനിയൻ അധികാരമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ റോയൽ റെപ്രസെന്റേറ്റീവായ ദൈവമായി ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആധിപത്യത്തിൻ കീഴിൽ ഉള്ളവരെല്ലാവരും ദൈവരാജ്യത്തിലാണ്. സാത്താന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇരുളിന്റെ പ്രവർത്തികളിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ, നമ്മൾ സാത്താന്റെ രാജ്യത്തിലാണ്. സാത്താന്റെ രാജ്യത്തിൽ നിന്ന് എങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിലാകാൻ പറ്റും? കർത്താവ് തന്നെ പറഞ്ഞു, വീണ്ടും ജനനത്തിലൂടെയാണ് ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദീമോസുമായുള്ള സംഭാഷണത്തിൽ നിന്നും അത് വ്യക്തമായി നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ദൈവ രാജ്യത്തിലേക്കുള്ള പ്രവേശനം. ആ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച ദൈവമക്കൾ എങ്ങനെയായിരിക്കണം, അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, അവരുടെ ആഗ്രഹം എങ്ങനെയായിരിക്കണം എന്നുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് സ്വയപരിശോധന ചെയ്യേണ്ടത്, ഞാൻ ആരുടെ ഭരണത്തിന് കീഴിലാണ്? ദൈവരാജ്യത്തിലാണോ സാത്താന്റെ രാജ്യത്തിലാണോ? രക്ഷിക്കപ്പെടാത്തവരെല്ലാവരും സാത്താന്റെ രാജ്യത്തിലാണ്. രക്ഷിക്കപ്പെട്ടവരാണ് വീണ്ടും ജനനത്തിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇതുവരെയും ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളത് ഒരു തീരുമാനത്തിലെത്തണം. എനിക്ക് സാത്താന്റെ രാജ്യത്തിലാകണ്ട. സാത്താന്റെ രാജ്യത്തിന്റെ അവസാനം അത് തീപ്പൊയ്യുകയാണ്. എന്നാൽ ദൈവരാജ്യത്തിലായിരിക്കുന്നവർ എന്നേക്കും ദൈവത്തോടു കൂടെ വാഴുന്നവരാണ്. നമ്മൾക്ക് ആഗ്രഹം, നമ്മൾ ആഗ്രഹിക്കുന്നത് ആ യേശുവിനോടുകൂടെ ദൈവരാജ്യത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവമക്കളിൽ പിശാചിന് കയറുവാൻ കഴിയുമോ? അതൊരു ചോദ്യമാണ്. രക്ഷിക്കപ്പെടാത്തവരുടെ ജീവിതത്തിൽ സാത്താന് കയറാം. എന്നാൽ ദൈവമക്കളിൽ സാത്താന് കയറാൻ പറ്റുമോ? ഒരു നമ്മുടെ ശരീരം നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുവാനായിട്ട് നമ്മൾ സമർപ്പിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവാണ് നമ്മുടെ വീടിന്റെ ഉടമസ്ഥൻ. അവിടെ സാത്താന്യ ശക്തിക്ക് പ്രവേശനമില്ല, പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പുറമേ നിന്നുകൊണ്ട് സാത്താന് കൺട്രോൾ ചെയ്യാനും ദണ്ണിപ്പിക്കുവാനും ഒക്കെ കഴിയും. ബൈബിള് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ച സംഭവം തന്നെ
ഒരു വ്യക്തിയെ ഊമനും ചെകിടനുമാക്കിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പൈശാചിക ശക്തികൾക്ക് വേണമെങ്കിൽ ശരീരത്തെ തന്നെ ഡാമേജ് ചെയ്യാം. വേറൊരു സന്ദർഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീ, ഒരു സ്പിരിറ്റ് ഓഫ് ഇൻഫേർമിറ്റി ആണ് അവളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു പിതാവ് മകനുമായി യേശുവിന്റെ അരികിൽ വന്ന്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഭൂതാത്മാവ് അവനെ പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിടുന്നു എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പോൾ പിശാച് പ്രവേശിച്ചാൽ ആ വ്യക്തിയുടെ ശരീരത്തെ തന്നെ പിശാചിന് ഡാമേജ് ചെയ്യുവാനായിട്ട് കഴിയും. ശരീരത്തിന്റെ എല്ലാ ഡാമേജുകളും പിശാച് കൊണ്ടുവരുന്നതാണ്. പിശാചിൻ്റെതാണെന്ന് അല്ല ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. പിശാചിനും അനുവാദം കൊടുത്താൽ ശരീരത്തെ ഡാമേജ് ചെയ്യുവാനായിട്ട് അവന് കഴിയും എന്ന് മാത്രമാണ് ഞാൻ ഓർപ്പിച്ചതിന്റെ സാരം. പക്ഷേ പിശാചിന് നമ്മൾ അനുവാദം കൊടുക്കുന്നില്ല എങ്കിൽ പിശാചിന് കയറാൻ പറ്റത്തില്ല. നമ്മൾ കർത്താവിനെ കുറിച്ച് തന്നെ പറഞ്ഞല്ലോ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. അപ്പോൾ കർത്താവിന് നമ്മൾ വാതിൽ തുറന്നു കൊടുത്താൽ മാത്രമേ കർത്താവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കത്തുള്ളൂ. അതുപോലെ സാത്താനും നമ്മൾ അനുവാദം കൊടുത്തെങ്കിൽ മാത്രമേ, വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ സാത്താൻ ഒരു വ്യക്തിയിൽ പ്രവേശിക്കത്തുള്ളൂ. മോഷണം, പോഷ്ക് പറച്ചിൽ, കപടം, വ്യാജമായ സ്വഭാവങ്ങൾ, ഇവയൊക്കെ എന്ന് പറയുന്നത് പിശാചിന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അവന് കയറാനായിട്ട് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു, യേശുവിന്റെ കൂടെ നടന്ന യൂദായിൽ സാത്താൻ കയറി എന്ന് നമ്മൾ കാണുന്നുണ്ട്. സാത്താൻ കയറിയപ്പോൾ സാത്താന്റെ പ്രവൃത്തിയെ അവൻ ചെയ്തത്. സാത്താൻ അവന്റെ ഹൃദയത്തിൽ ഒരു തോന്നൽ കൊണ്ടിട്ടു. ആ തോന്നൽ കൊണ്ടിട്ടപ്പോൾ അവൻ അതിനെ വെൽക്കം ചെയ്തു. അങ്ങനെ സാത്താന് അവന്റെ ജീവിതത്തിൽ ഒരു വാതിൽ തുറന്നു കൊടുത്തപ്പോൾ കയറി എന്നാണ് നമ്മൾ കാണുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സാത്താൻ ഒരു ഇടം, വാതില് നമ്മൾ കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റുപറയാത്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ പിശാചിന് നമ്മളൊരു വാതില് തുറന്നു കൊടുക്കുകയാണ്. നമ്മൾ ബലഹീനരായ മനുഷ്യരാണ്, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരാം. എന്നാൽ അത് നമ്മൾ ഏറ്റുപറയാതെ മറച്ചു വെക്കുകയാണെങ്കിൽ പിശാചിന് അവിടെ ഒരു അവസരം കിട്ടുകയാണ്. എന്നാൽ നമ്മൾ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മളോട് ക്ഷമിക്കുകയും പിശാചിന്റെ അവകാശവാദങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും ചെയ്യും. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഈ പിശാച് എന്തിനാ വരുന്നത്? നമ്മൾ വായിക്കുന്നു, അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പോൾ അവൻ നശിപ്പിക്കുവാനാണ് കടന്നു വരുന്നത്. യൂദായിൽ തന്നെ നോക്കുക. യൂദായിൽ ഒരു തോന്നൽ കൊണ്ടിട്ടെന്ന് ഞാൻ പറഞ്ഞു. ആ തോന്നലിനെ അവൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ പിശാച് അവനിൽ കയറി. പിശാച് ചെയ്യുന്ന പ്രവൃത്തി അവനിലൂടെ പിശാച് ചെയ്തു. ഒടുവിൽ പിശാച് അവനെ കൊല്ലുകയും ചെയ്തു. ഇതാണ് പിശാചിന്റെ ജോലി. പിശാച് അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും വരുന്ന കള്ളനാണ്. അവൻ ഭോഷ്കിന്റെ അപ്പനുമാണ്. അവന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഇടവും കൊടുക്കുവാൻ ഇടയാകരുത്. നമ്മൾ ദൈവ രാജ്യത്തിലാണെങ്കിൽ ആ യേശുവുമായുള്ള കൂട്ടായ്മയും ആ ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. അത് നമുക്ക് അനുഭവിക്കുവാൻ ഇടയാകും. എൻ്റെ ശ്രോതാക്കൾ നിശ്ചയമായും ഈ ദൈവരാജ്യത്തിലാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവരാജ്യത്തിലാണെന്നുള്ള ഉറപ്പ് വരുത്തണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് മുൻപോട്ട് പോകാം. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കണം, സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നത് പോലെ, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം എന്നതുപോലെ
നമ്മുടെ ജീവിതത്തിലും ഒരു ട്രയോൺ, ഒരു 3 ഭാഗങ്ങളുള്ളവരാണ് നമ്മൾ. നമ്മൾക്ക് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. യേശു പറഞ്ഞു ദൈവത്തിന്റെ ആലയം അവർ അശുദ്ധമാക്കിയെന്ന്. അപ്പോൾ ദൈവത്തിന്റെ ആലയം അശുദ്ധമാക്കിയത് എവിടെയാണ്? അതിപരിശുദ്ധ സ്ഥലത്താണോ? അതിപരിശുദ്ധ സ്ഥലത്താണ് കൃപാസനം, അവിടെയാണ് ദൈവം വസിക്കുന്നത്. പക്ഷെ ഈ പരീശന്മാർ, യഹൂദന്മാർ പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തുമൊക്കെ അവരുടെ ബിസിനസിന്റെ സ്റ്റാളുകൾക്ക് വെച്ച് അവര് ബിസിനസ് നടത്തി. അങ്ങനെ അവർ പ്രാകാരമാണ് മലിനപ്പെടുത്തിയത്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് അവർക്ക് അവരുടെ ബിസിനസ്സുമായി കയറി ചെന്ന് മലിനപ്പെടുത്തുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. ഇതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ്. എന്നാൽ ലോകത്തിലെ ബിസിനസ്സുകൾ, ലോകത്തിലെ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ ലോകത്തിലെ കാര്യങ്ങൾ നമ്മളുടെ ദേഹിയിലേക്കും നമ്മുടെ ബുദ്ധിയിലേക്കും നമ്മുടെ പ്രാകാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ, നമ്മുടെ ബുദ്ധിയിലൂടെ നമുക്ക് നമ്മൾ സാത്താന് ഇടം കൊടുക്കുവാനായിട്ട് ഇടയാകും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഇടയാകരുത്. നമ്മുടെ ഹൃദയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കർത്താവിനെ നമ്മൾ സിംഹാസനത്തിലാക്കിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. അവിടെ പിശാചിനെ മലിനപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പിശാച് ദണ്ഡിപ്പിച്ചെന്ന് വരാം, കൺട്രോൾ ചെയ്തെന്ന് വരാം. പക്ഷെ നമ്മൾ അവന് ഇടം കൊടുക്കരുത്. നമ്മൾ ഇടം കൊടുക്കുന്നില്ല എങ്കിൽ അവന് തൊടുവാൻ സാധ്യമല്ല. ഇയ്യോബിന്റെ ജീവിതത്തിൽ പോലും പിശാച് ദൈവത്തോട് പെർമിഷൻ ചോദിക്കുമായിരുന്നു. പെർമിഷൻ ചോദിച്ചിട്ടാണ് അവനെ ദണ്ഡിപ്പിക്കുവാനായിട്ട് ഇടയായത്. അപ്പോഴും ദൈവം പറഞ്ഞു, ഞാൻ ഒരു ലിമിറ്റ് വെക്കുകയാണ്, ഇതിനപ്പുറത്ത് നിനക്ക് അവനെ തൊടുവാൻ സാധ്യമല്ല, അവന്റെ പ്രാണനെ നീ തൊടരുത് എന്നാണ് കർത്താവ് പറഞ്ഞത് എന്നോർക്കണം. ഈ പറഞ്ഞ ഭാഗത്തു നിന്ന് കർത്താവ് പറഞ്ഞൊരു കാര്യം നമ്മൾ അതുകൂടെ പറഞ്ഞു പോകാം. 44 വാക്യത്തിൽ, മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 44 ഇങ്ങനെയാ പറയുന്നത്. 43 മുതൽ വായിച്ചാൽ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുൻപത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒരു വാക്കാണ് ഞാൻ ഇവിടെ ഒന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഈ അശുദ്ധാത്മാവ് പറയുക, ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങി ചെല്ലുമെന്ന് പറഞ്ഞെന്ന്. അപ്പോൾ പിശാച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാണെങ്കിൽ, വസിക്കുവാണെങ്കിൽ, പിശാച് അവകാശം പറയുന്നത് ഇത് എന്റെ വീടാണെന്നാണ്, അവന്റെ രാജ്യമാണ്, അവന്റെ വീടാണ്. എന്നാൽ യേശുവിനെ ഒരു വ്യക്തി രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ പിശാച് ബലവാനാണെങ്കിലും ബലവാനേക്കാൾ ബലമേറിയ യേശു നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് ആ ബലവാനാകുന്ന പിശാചിനെ, അവന്റെ സകല ആയുധങ്ങളും പിടിച്ചു മേടിച്ചിട്ട് അവനെ പുറത്താക്കി കളയുന്നു. എന്നിട്ട് അവിടെ ദൈവരാജ്യം സ്ഥാപിക്കുവാനിടയാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ പിശാചിന്റെ വീടായിട്ടല്ല നാം ആയിരിക്കേണ്ടത്. ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നമ്മൾ രാജാവായി അംഗീകരിക്കുമ്പോൾ, യേശു നമ്മുടെ രാജാവായിട്ട് മാത്രമല്ല, അവൻ നമ്മോട് കൂടെ വസിക്കുന്ന അവന്റെ വീടാക്കി നമ്മെ അവൻ മാറ്റുകയാണ്. സാത്താന്റെ വീടായിരുന്നവർ ദൈവത്തിന്റെ വീടായിട്ടത് മാറുകയാണ്. അതെത്രയോ സന്തോഷമാണ്. ദൈവത്തോടു കൂടെ വസിക്കുന്ന അനുഭവമാണ് ദൈവരാജ്യത്തിലുള്ള ദൈവമക്കളുടെ അനുഭവം എന്ന്
ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർ ചെയ്യാം. ഒക്കെ കർത്താവ് പറയുകയാണ്, ഇത് പിശാച് ഒരുവിന്റെ ജീവിതത്തിൽ പ്രവേശിച്ചാൽ അത് അവന്റെ വീടായിട്ടങ്ങ് മാറുകയാണെന്നാ പറയുന്നത്. അവൻ ബലവാനാണെന്നാ പറയുന്നത്. എന്നാൽ ബലമേറിയ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഈ ബലവാനെ പിടിച്ചു കെട്ടിയിട്ട് അത് ദൈവത്തിന്റെ ഭവനമാക്കി മാറ്റുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ഭവനമാക്കി നമ്മെ തീർത്തതിനായി നമുക്ക് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. താഴെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. അപ്പോൾ ഈ വാക്യത്തിന്റെ മുമ്പിൽ ഒരു സംശയം വരാം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്ന ദൈവം യേശുക്രിസ്തുവിനേക്കാൾ വലിയതാണോ? യേശുവിനെ കുറിച്ച് എന്തോ പറഞ്ഞാലും ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാൽ ക്ഷമിക്കത്തില്ല എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? വളരെ ചുരുക്കത്തിൽ അത് പറഞ്ഞാൽ ഇനി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരു സാധാരണ യഹൂദനെ പോലെയാണ്. ഒരു ദരിദ്ര കുടുംബത്തിലാണ് യേശു ജനിച്ചത്, കൊട്ടാരത്തിലൊന്നുമല്ല. യേശുവിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഒരു സാധാരണ ജീവിതമായി യേശു നയിച്ചത്. ആ യേശുവിനെ ആളുകൾ പലതും പറഞ്ഞു, അവർക്ക് മനസ്സിലായില്ല. യേശുവിന്റെ ശിഷ്യന്മാർക്ക് പോലും ചിലപ്പോൾ യേശുവിനെ മനസ്സിലാകാതിരുന്നിട്ടുണ്ട്. അതെല്ലാം കർത്താവ് ക്ഷമിക്കുമെന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് കർത്താവ് യേശു ക്രിസ്തു ആരാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. പരിശുദ്ധാത്മാവിന്റെ ആ സാക്ഷ്യമാണ് അപ്പോസ്തലന്മാർ യേശുവിനെ കുറിച്ച് പറയുന്നതായ ശുശ്രൂഷ. ആ ശുശ്രൂഷ തിരസ്കരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരായി പറയുന്ന പാപമെന്ന് പറയുന്നത്. ഒന്നുകൂടെ വിശദീകരിക്കാം. യോഹന്നാൻ സ്നാപകൻ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേര്. ആളുകൾ അവനെ സ്വീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു, അവനെ കൊന്നുകളഞ്ഞു. അത് ദൈവം അയച്ചിട്ട് വന്ന യോഹന്നാൻ സ്നാപകനെ അവര് തള്ളിക്കളഞ്ഞപ്പോൾ ദൈവത്തെ തള്ളിക്കളഞ്ഞതിന് സമമായിരുന്നു. അതിനുശേഷം ദൈവപുത്രനായി തന്നെ ദൈവമായ കർത്താവായ യേശു മനുഷ്യനായിട്ട് വന്നു. നമുക്കറിയാം, യേശുവിന് ഒരു പ്രത്യേക ശരീരമാണ് പ്രാപിക്കുവാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ശരീരമാണ് ഉണ്ടായിരുന്നത്. ആ യേശുവിൻ്റെ ശരീരം ദ്രവത്വം കാണാതെ ഉയർത്തെഴുന്നേറ്റതായ ശരീരമാണ്. ആ കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. കർത്താവായ യേശുക്രിസ്തു ദൈവമാണ്. ആ യേശുവിനെ അവർ അപമാനിച്ചു. മനസ്സിലാകാഞ്ഞത് കൊണ്ടാണ് കർത്താവരോട് പറഞ്ഞു, ദൈവമേ, ഇവര് പറയുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. എന്നാൽ ഒടുവിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ട്, കർത്താവായ യേശുക്രിസ്തു നിങ്ങൾ ക്രൂശിച്ച, നിങ്ങൾ തള്ളിപ്പറഞ്ഞ യേശു ദൈവപുത്രനാണ്, ദൈവമാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അതാണ് സുവിശേഷം. ആ സുവിശേഷം വിശ്വസിക്കാത്തത് പരിശുദ്ധാത്മാവിനെതിരായി പറയുന്ന പാപമാണ്. അതിന് അപ്പുറത്ത് പിന്നെ വേറൊരു പരിഹാരമില്ല. പിന്നെ നിത്യന്യായവിധി എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഏത് പാപവും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപം ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞാൽ
ഈ പരിശുദ്ധാത്മാവിലൂടെ അപ്പോസ്തലന്മാർ, സുവിശേഷകന്മാർ വെളിപ്പെടുത്തുന്ന യേശുവിനെ, ആ സുവിശേഷത്തെ സ്വീകരിക്കാതെ ഇരിക്കുന്നതാണ് ക്ഷമിക്കപ്പെടാത്ത പാപം. അവര് നിത്യ യാതനാ സ്ഥലത്തേക്ക് പോകേണ്ടി വരുമെന്നാണ് അവിടെ പറഞ്ഞതിന്റെ താല്പര്യം. താഴെ നമ്മൾ വായിക്കുന്നല്ലോ, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നതല്ലോ വായ സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യന് ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നാം എന്തു നിറച്ചു വെച്ചിരിക്കുന്നുവോ അതാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത്. ദൈവവചനമാണ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ അത് സംസാരിക്കും. ഈ ലോകത്തിലെ കാര്യങ്ങളാണ് നമ്മൾ ഹൃദയത്തിൽ നിറച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടം അത് പറയാനായിരിക്കും. രാഷ്ട്രീയമാണ് നമ്മളുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ആഗ്രഹം അത് പറയാനായിരിക്കും. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവിക കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുവാനും ആ ഹൃദയത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവാനുമാണ്. ഒരു വൃക്ഷത്തെ അറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ്. നമ്മുടെ ആ വായിൽ നിന്ന് വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ എന്ത് നിറഞ്ഞിരിക്കുന്നുവോ എന്നുള്ളതിന്റെ തെളിവാണ്. നമ്മുടെ ഹൃദയം ദൈവവചനം കൊണ്ട് നിറച്ചാൽ നമുക്കെപ്പോഴും വലിയ സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. ദൈവിക കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ കഴിയും. ദൈവമക്കളെ, നമ്മൾ ഈ ദൈവവചനത്തിന്റെ പ്രത്യേകത നമ്മൾക്കറിയാമല്ലോ. ദൈവവചനം ഒരു മിററാണെന്നാണ് ദൈവത്തിന് പറയുന്നത്, കണ്ണാടിയാണ്. ആ വചനത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ആ കണ്ണാടിയുടെ അരികിൽ നമ്മൾ വന്ന് നമ്മെ തന്നെ കാണുക. നമ്മൾ ആ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? പഴയ നിയമത്തില് സമാഗമന കൂടാരത്തിലെ വാതിക്കൽ വേല ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളുടെ മുഖം നോക്കുന്ന ദർപ്പണം കൊണ്ട് താമ്രത്തൊട്ടി ഉണ്ടാക്കി നമ്മൾ വായിക്കുന്നു. ആ താമ്രത്തൊട്ടിക്കകത്ത് വെള്ളം തറച്ചിരിക്കുകയാണ്. ശുശ്രൂഷിക്കുന്ന പുരോഹിതൻ വന്ന് ആ താമ്രത്തൊട്ടിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ആ ശരീരത്തിലെ മലിനതകളെല്ലാം കഴുകിക്കളയുവാൻ ആ താമ്രത്തൊട്ടിയിൽ വെള്ളമുണ്ട്. ആ വെള്ളത്താൽ കഴുകൽ പ്രാപിക്കണം. ഇതുപോലെ ദൈവവചനമാകുന്ന ആ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നമ്മെ തന്നെ കാണണം. നമ്മൾ നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച ശേഷം ആ വചനം കൊണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിക്കണം. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. ഈ വചനം നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നവരുമായിരിക്കണം. അപ്പോൾ വചനം വായിച്ചാൽ മാത്രം പോരാ, വചനം കേട്ടാ മാത്രം പോരാ, അതനുസരിക്കുന്നവരായിരിക്കണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. ഈ വചനം നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നവരുമായിരിക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം നമ്മെ ശുദ്ധീകരിച്ചില്ലേ, അത് നാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. അങ്ങനെയാണ് നമുക്ക് കർത്താവിനോട് കൂടെ ആളുകളെ ചേർക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ താഴോട്ട് പോകട്ടെ. അടുത്ത വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ പരീശന്മാരിലും ശാസ്ത്രിമാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിനടയാളം ലഭിക്കുകയില്ല. യോന കടലാനിയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ
ഭൂമിയുടെ അറുതിയിൽ നിന്ന് വന്നുവല്ലോ, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. കർത്താവ് ഇവർക്ക് രണ്ട് ചരിത്രപരമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, യോന പ്രവാചകന്റെ ചരിത്രം, വേറൊന്ന് ശേബ രാജ്ഞിയുടെ കാര്യങ്ങൾ. ഇത് രണ്ടും നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. യോന പ്രവാചകന്റെ കാര്യം നമ്മൾ കാണുന്നത് യോനായുടെ പുസ്തകത്തിൽ നിന്നാണ്. എന്നാൽ ശേബ രാജ്ഞിയുടെ കാര്യങ്ങൾ നമ്മൾ കാണുന്നത് 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിലാണ്. ഇത് രണ്ടും വളരെ പരിചയമുള്ളതായ ഒരു വേദഭാഗമാണ്. ഈ യോന പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അദ്ദേഹം എവിടുത്തുകാരനാണ്, എന്താണ് സംഭവിച്ചത്? ഇസ്രായേലിന്റെ ഏറ്റവും വലിയൊരു ശത്രുവായിരുന്നു ഈ അസീറിയക്കാരൻ, നിനവേക്കാരൻ. അസീറിയയുടെ തലസ്ഥാനമാണ് നിനവെ എന്ന് പറയുന്നത്. അങ്ങനെ ഈ വളരെയേറെ പാപം നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു നിനവെ പട്ടണം. അസീറിയൻസ് BC 722 ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ പാപം നിറഞ്ഞതായ ആ പട്ടണത്തിലേക്ക് ഇസ്രായേലിന്റെ ശത്രുക്കളായ ആ ജനത്തിന്റെ അരികിലേക്ക് ചെന്ന് അവരോട് സുവിശേഷം പറയണമെന്ന് പ്രവാചകനായ യോനയോട് ദൈവാത്മാവ് അരുളി ചെയ്തു. അപ്പോൾ യോനായിക്ക് അത് വലിയ പ്രയാസമായി. കാര്യം യോനായിക്കറിയാം ദൈവം ഇവരോട് ക്ഷമിക്കും. ഈ വചനം കേട്ട് അവർ മാനസാന്തരപ്പെട്ടാൽ ദൈവം അവരോട് ക്ഷമിക്കും. അങ്ങനെ ഇവരെ സ്പെയർ ചെയ്യുവാൻ അല്ലെങ്കിൽ അവരെ രക്ഷിക്കുവാനായിട്ട് യോനയ്ക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയും. കാര്യം ഇസ്രായേലിന്റെ ശത്രുക്കളാണ്, അവര് നശിക്കണം എന്നുള്ള ചിന്തയാണ് യോനയെ ഭരിച്ചിരുന്നത്. അദ്ദേഹം ചെയ്ത എന്താന്ന് നമുക്കറിയാം. നിനവയിലേക്ക് പോകേണ്ടതിന് പകരം തർസീസിലേക്ക് താൻ പോയി, ഒരു കപ്പൽ കയറി പോയി എന്ന് നമ്മൾക്ക് ആ പ്രവചന പുസ്തകത്തിൽ നിന്ന് കാണാൻ പറ്റും. അദ്ദേഹത്തെ കുറിച്ച് നല്ല ഒരു ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ട് എന്ന് താൻ തിരിച്ചറിഞ്ഞു. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാന് ഞാൻ നിനവയിൽ പോയി വചനം പറയണമെന്നാണ്. എന്നാൽ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ പോകത്തില്ല, ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ ചെയ്യത്തില്ല, ഞാൻ വേറൊരു വഴിക്ക് പോകും, ഞാൻ നിനവയിലേക്ക് പോകും. ഈ നിനവേ പട്ടണം മഹാനഗരമാണെന്ന് ദൈവവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മഹാനഗരമായ നിനവേ. പക്ഷേ ആ മഹാനഗരം പാപം കൊണ്ട് നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു. നമ്മൾ യെരിഹോവിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. യെരിഹോം കാഴ്ചയ്ക്ക് വളരെ മനോഹരമായിരുന്നു, എന്നാൽ അതിൻ്റെ വെള്ളം ചീത്തയും ഗർഭനാശവുമായിരുന്നു എന്നാണ് നാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. പുറമേ പലതും മനോഹരമായി തോന്നും, എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ ആ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുടെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ ഈ നിനവെ മഹാനഗരമാണ്, പക്ഷെ അവരുടെ അതിക്രമം വലിയതാണ്. എങ്കിലും ദൈവം തീരുമാനിച്ചു ഇവരോട് വചനം പറഞ്ഞ് അവരെ രക്ഷിക്കണമെന്ന്. യോനായിക്ക് അതിന് താല്പര്യം വന്നില്ല, യോന അതിനെതിരായിട്ട് പോയി. പക്ഷേ അങ്ങനെ പോയപ്പോൾ ദൈവം യോനയുടെ യാത്ര ചെയ്തിരുന്ന കപ്പലിനെതിരായിട്ട് കൊടുങ്കാറ്റടിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ കപ്പല് മുങ്ങുവെന്നുള്ള അവസ്ഥയെത്തി. കപ്പൽക്കാർ അതിന്റെ ഭാരം കുറയ്ക്കുവാൻ സാധനങ്ങളെല്ലാം എടുത്തു പുറത്തു കളഞ്ഞു. അവരുടെ ദൈവങ്ങളോടെല്ലാം അവർ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥന തുടങ്ങി. പക്ഷേ ഈ യോനയാകട്ടെ, അവന് ഇതൊന്നും വിഷയമായിരുന്നില്ല. കപ്പലിന്റെ അടിത്തട്ടിൽ പോയി കിടന്ന് അവൻ ഉറങ്ങുകയാണ്. അപ്പൊ ഈ ദൈവഹിതത്തിന് വിരോധമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ ഒക്കുന്നത്? പിന്മാറ്റക്കാരന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവൻ കിടന്നുറങ്ങുകയാണ്. കപ്പൽക്കാരെല്ലാവരും വന്ന് ഇവനെ ഉണർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവസാനം അവരൊരു തീരുമാനമെടുത്തു, ഇത് ആര് മൂലമാ വന്നേ നമുക്കൊന്ന് അറിയണം, ഒരു ചീട്ടിടണമെന്ന്. ചീട്ടിട്ട് നോക്കിയപ്പോൾ യോനയ്ക്കാണ് ചീട്ട് വീണത്. അപ്പൊ അവനോട് ചോദിച്ചു, നീ ആരാണ്, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അപ്പൊ അവൻ ഭയങ്കര സാക്ഷി പറയുന്നു, ഞാൻ എബ്രായനാണ്, ഞാൻ കടലും കരയും സൃഷ്ടിച്ച ദൈവത്തെ ഭജിച്ചു വരുന്നവനാണ്,
പക്ഷേ ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ അതിനെതിരായിട്ട് യാത്ര ചെയ്യുകയാണ്, ഞാൻ മൂലമാണ് ഈ ദോഷമൊക്കെ നിങ്ങൾക്ക് വന്നേക്കുന്നത്, എന്നെ എടുത്ത് നിങ്ങൾ കടലിൽ ഇട്ടേര്, ഞാൻ മൂലം നിങ്ങൾ ആരും നശിച്ചു പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് അദ്ദേഹം പറയും. നിനവേക്കാര് രക്ഷിക്കപ്പെടണമെന്ന് അവന് താല്പര്യമില്ലായിരുന്നു, പക്ഷെ ഇവര് നശിക്കരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എങ്കിലും അവര് എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കുവാനായിട്ട് നോക്കിയെങ്കിലും സാധിച്ചില്ല. ഒടുവിൽ വെള്ളത്തിലിട്ടു. നമുക്കറിയാം, ഒരു മത്സ്യം വന്നവനെ വിഴുങ്ങി. ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാത്തവനെ ദൈവം പ്രാർത്ഥിപ്പിക്കുന്നത് നോക്കുക. മത്സ്യത്തിന്റെ വയറ്റിലിട്ട് ശ്വാസം മുട്ടിക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് കാത്തിരിക്കരുത്. ചിലരങ്ങനെയാണ്. കാര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ ദൈവം വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ആരാധനയും വേണ്ട. പ്രതികൂലമാണെങ്കിൽ അവര് പ്രാർത്ഥിക്കാൻ നോക്കും. അതല്ല, നമ്മൾ എപ്പോഴും അനുകൂല സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും എപ്പോഴും നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ കഴിയേണ്ടവരാണ്. അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞിട്ട് ആ മത്സ്യം അദ്ദേഹത്തെ കരയിൽ ഛർദ്ദിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ താന് നിനവയിൽ പോയി പ്രസംഗിച്ചു. ആ നിനവേക്കാര് പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു. അദ്ദേഹം ഈ നിനവയുടെ ന്യായവിധി വരാനായിട്ട് കാത്തിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് ദൈവം ഒരു ആവണക്ക് കിളിപ്പിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം അതിന്റെ കീഴിലിരുന്ന് സന്തോഷിക്കുമ്പോൾ ദൈവം പറഞ്ഞിട്ട് ഒരു പുഴു വന്ന് അതിനെ കുത്തിക്കളഞ്ഞതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ യോനയുടെ പുസ്തകം നമ്മൾ പഠിച്ചാൽ ആരെല്ലാമാണ് ദൈവത്തെ അനുസരിക്കുന്നത്? കൊടുങ്കാറ്റിനോട് ദൈവം പറഞ്ഞപ്പോൾ കൊടുങ്കാറ്റ് ശക്തമായി അടിക്കുന്നു. കടലിനോട് ദൈവം കൽപ്പിച്ചപ്പോൾ തിരമാലകളും കൊടുങ്കാറ്റുകളും കടലിൽ മൊത്തമായി. ഒരു മത്സ്യത്തോട് ദൈവം പറഞ്ഞപ്പോൾ മത്സ്യം വന്ന് ഇവനെ വിഴുങ്ങി. ഒരു കുഴപ്പവുമില്ലാതെ കൊണ്ട് ഛർദ്ദിക്കാൻ പറഞ്ഞപ്പോൾ അവനെ ഛർദ്ദിച്ചു. ഒരു ആവണക്കിന്റെ അരി ഒറ്റ ദിവസം കൊണ്ട് കിളിച്ചൊരു മരമാക്കി. ഒരു പുഴുവിനോട് പറഞ്ഞപ്പോൾ അത് അതിനെ അങ്ങ് കുത്തിക്കളഞ്ഞു. സൂര്യനോട് പറഞ്ഞപ്പോൾ സൂര്യന്റെ ചൂടുകൊണ്ട് അത് അങ്ങ് ഉണക്കിയും പോയി. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ആ പ്രവാചകനായി യോനായാണ് ദൈവത്തെ അനുസരിക്കാത്തത്. പ്രവാചകനായ യെശയ്യാ പറഞ്ഞു, കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ദൈവഹിത നാം മനസ്സിലാക്കി ആ ദൈവത്തെ നാം അനുസരിക്കണം. ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായി പോകുന്നതല്ല ദൈവത്തിന് ഇഷ്ടമെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അങ്ങനെ നാം മറുതലിച്ചു പോയാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ദൈവം എങ്ങനെയാണെങ്കിലും നമ്മെ പിടിച്ചുകൊണ്ടുവരും. അതിന് നമ്മൾ അവസരം കൊടുക്കാതെ ദൈവത്തെ അനുസരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലത്. യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിലിരുന്നതുപോലെ മനുഷ്യപുത്രനും ആകുമെന്ന് നമ്മൾ വായിക്കുന്നതിന്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിന്റെ ഉയർപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അടയാളം. വേറൊരു അടയാളം ഒന്നും തരാനില്ല എന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ താല്പര്യം. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അവര് ദോഷവും വ്യഭിചാരമുള്ള തലമുറ. ആ യോന പ്രവാചകൻ വന്ന് ഒരു പ്രസംഗം പ്രസംഗിച്ചപ്പോ നിനവേക്കാരെല്ലാം മാനസാന്തരപ്പെട്ടു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അവരുടെ സമീപേ നിന്നുകൊണ്ട് അവരോട് സുവിശേഷം പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിട്ട് അവർക്ക് അത് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അതാണ് കർത്താവ് പറഞ്ഞത്. ശേബാ രാജ്ഞിയെ കുറിച്ച് അടുത്തതായി കർത്താവ് പറഞ്ഞത് നമുക്കറിയാമല്ലോ. ശേബാ രാജ്ഞി ക്യൂൻ ഓഫ് സൗത്ത്, തെക്കേ രാജ്യത്തിന്റെ രാജ്ഞി എന്നാ പറയുന്നത്, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ഓഫ് അറേബ്യ. അവിടെ നിന്നും ഇപ്പോഴത്തെ യമനിൽ നിന്നാണ് അവര് കടന്നു വരുന്നത്. അവര് യഹോവയായ ദൈവം ശലോമോന് ജ്ഞാനം കൊടുത്തെന്നും അവൻ സകല മനുഷ്യരിലും ജ്ഞാനിയാണെന്നും അവർക്ക് അറിയുവാനിടയായി. യഹോവയെ കുറിച്ചുള്ള അവരുടെ അറിവ് അതൊന്ന് മനസ്സിലാക്കാനായിട്ട് അവർ വളരെയേറെ ദൂരം യാത്ര ചെയ്ത് കടന്നു വരികയാണ്. വലിയ പരിവാരങ്ങളോടുകൂടെ
ആരവത്തോടു കൂടിയാണ് അവർ രാജ്ഞിയാണ് വരുന്നത്. വന്നിട്ട് ശലോമോന്റെ അരികിൽ വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഞാൻ കേട്ടതുപോലൊന്നുമല്ല, ഞാൻ അല്പമേ കേട്ടുള്ളൂ. ശലോമോന്റെ ജ്ഞാനം അതിലെല്ലാം വലിയതാണ്. ആ ശലോമോന്റെ കൊട്ടാരം, അവന്റെ കൊട്ടാരത്തിലുള്ള ആളുകൾ, അവരുടെ ആ ഭക്ഷണമേശ, ഇതെല്ലാം കണ്ടപ്പോഴേക്കും അവൾ അതിശയിച്ചു. എന്നിട്ട് അവൾ കൊണ്ടുവന്നതെല്ലാം ഈ രാജാവിന് കൊടുത്തു, ശലോമോന് കൊടുത്തു. അവൾ ഒരുപാട് കാര്യങ്ങൾ, ചോദ്യങ്ങളൊക്കെ ശലോമോനോട് ചോദിച്ചു. അതിന് എല്ലാറ്റിനും ശലോമോൻ മറുപടി പറഞ്ഞു. അവന് മറുപടി പറയുവാൻ കഴിയാത്തതൊന്നുമില്ലായിരുന്നു. എന്നാൽ യേശു പറയുകയാണ്, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. എബ്രായ ലേഖനം നമ്മൾ പഠിച്ചാൽ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ന്യായപ്രമാണത്തെക്കാൾ ശ്രേഷ്ഠൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ, പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠൻ, ന്യായപ്രമാണത്തെക്കാൾ ശ്രേഷ്ഠൻ എന്നെല്ലാം യേശുവിന്റെ സുപ്പീരിയോറിറ്റിയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. യേശു സകലത്തിലും വലിയവനാണ്. ശലോമോന് ജ്ഞാനം കൊടുത്ത ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചോദ്യമുണ്ടെങ്കിലും അതിന് മറുപടി പറയുവാൻ അവന് കഴിയും. അവന് മറുപടി പറയുവാൻ കഴിയാത്ത ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചോദ്യം എന്താണ്? നിങ്ങളുടെ ഭാവിയെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ പാപമോചനം ലഭിക്കുമെന്നാണോ നിങ്ങളുടെ ചോദ്യം? നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാമെന്നാണോ ചോദ്യം? എല്ലാ ചോദ്യത്തിനും യേശുവിന്റെ അരികിൽ മറുപടിയുണ്ട്. യേശുവിന്റെ അരികിൽ നാം വന്നു കഴിയുമ്പോഴാണ് അവന്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നുമില്ലായ്മ നമ്മൾക്ക് മനസ്സിലാകുകയും നമ്മൾ വാസ്തവമായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യും. ഈ ശേബാരാജ്ഞി ചോദിച്ചത് കൂടാതെ രാജ ഔചിത്യം പോലെ അവൾക്ക് കൊടുത്തു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവാണെങ്കിലോ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള കർത്താവാണ്. ആ ശലോമോനിലും വലിയവനാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കർത്താവ്. ആ യോനയേക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവ്. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ സംഭവിച്ചത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അവൻ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എന്റെ അമ്മ ആര്, എന്റെ സഹോദരന്മാർ ആരെന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് യേശു പറഞ്ഞു. ദൈവമക്കളെ, ഇത് എത്രയോ ഭാഗ്യകരമാണ്. നാം നമ്മുടെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നുവെങ്കിൽ, ദൈവ ഇഷ്ടം നാം ചെയ്യുന്നുവെങ്കിൽ നമുക്ക് യേശുവിന്റെ അമ്മ, സഹോദരൻ, സഹോദരി എന്നുള്ള ഒരു ബന്ധത്തിൽ എത്താം. അങ്ങനെ ദൈവം നമ്മെ സ്വീകരിക്കും എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ എത്രയോ ഭാഗ്യകരമായ ഒരു അനുഭവമാണിത്. കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. ഈ തിരുവചനത്തിന് മുമ്പ് ഞങ്ങൾക്കായിരിക്കാൻ ഇടയായല്ലോ. ഇത് ഷെയർ ചെയ്യുവാൻ കൃപ തന്നതുകൊണ്ട് സ്തോത്രം. ഇത് കേട്ട എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇനി കേൾക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുമാറാകണം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയും അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾക്ക് ഒരുമിച്ച് കാണും വരെയും ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.